കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 6 രചന ശാലിനി ഇ. ഡോക്ടർ, ഇതാണ് മാഡം പറഞ്ഞ പേഷ്യൻ്റ്. അതോടെ മുന്നിൽ തുറന്നു വെച്ച ഫയൽ മടക്കി വെച്ചുകൊണ്ട് ഡോക്ടർ സൂരജ് ജ്വാലയെ നോക്കി. മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ഡോക്ടറുടെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു. ഹൃദയ, നീ എന്താ ഇവിടെ? നെറ്റിയിൽ എന്തു പറ്റി? ഡോക്ടർ ആശ്ചര്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് ജ്വാലയുടെ കയ്യിൽ പിടിച്ചു. ഇതെന്ത് മറിമായമെന്ന അർത്ഥത്തിൽ ജ്വാല ഡോക്ടർ സൂരജിൻ്റെ മുഖത്തേക്കും അയാൾ പിടിച്ച തൻ്റെ കൈത്തണ്ടയിലേക്കും മാറി മാറി നോക്കി. തുടർന്ന് വായിക്കുക. ഡോക്ടർ ആണെങ്കിലും തൻ്റെ കൈത്തണ്ടയിൽ അമർന്നത് ഒരു അന്യപുരുഷൻ്റെ കൈയാണെന്നുള്ളത് അവളെ അലോസരപ്പെടുത്തി. ഡോക്ടർ, എൻ്റെ പേര് ഹൃദയ എന്നല്ല, ജ്വാല എന്നാണ്. ഡോക്ടർക്ക് ആള് മാറിപ്പോയോ? അവൾ അങ്ങനെ ചോദിച്ചതും സൂരജ് അവളുടെ കൈത്തണ്ടയിൽ നിന്നും പെട്ടെന്ന് കൈയെടുത്തു. സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ആകെ ഒന്ന് നോക്കി, അടിതൊട്ട് മുടി വരെ. സത്യം പറഞ്ഞാൽ 30 വയസ്സിനുള്ളിൽ മാത്രം പ്രായം വരുന്ന ചെറുപ്പക്കാരനും സുന്ദരനുമായ ആ ഡോക്ടർ തന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ അവൾക്ക് ഒരുമാതിരി ജാള്യത അനുഭവപ്പെട്ടു. സോറി കേട്ടോ. അയാൾ വീണ്ടും അവളോട് സോറി പറഞ്ഞു. എനിക്കൊരു കസിൻ ഉണ്ട്, ശരിക്കും ഇയാളെപ്പോലെയാ. സൂരജ് പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ഇയാളെപ്പോലെ എന്നല്ല, ഇയാൾ തന്നെ. ഈ മുഖം, നിറം, നീളം, തടി എല്ലാം ഇത് തന്നെ. സംസാരിക്കുമ്പോൾ കവിളിൽ വിരിയുന്ന ഈ നുണക്കുഴികൾ നിറയെ പീലികളുള്ള ഈ കണ്ണുകൾ, വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടികൾ, ഇത്രയും മുടിയില്ല. മാത്രമല്ല ഇതുപോലെ നാടൻ വേഷവുമല്ല. ഭംഗിയുണ്ടെങ്കിലും പുട്ടിയിട്ട പോലെ മേക്കപ്പുണ്ട്. ഒരു മേക്കപ്പും ഇല്ലാതെ ജ്വാല നാച്ചുറലാണ്, നാച്ചുറൽ ബ്യൂട്ടി. തൻ്റെ ഓരോ ശരീരഭാഗങ്ങളെയും എടുത്തു പറഞ്ഞ് ഡോക്ടർ വർണ്ണിക്കുന്നത് കണ്ടപ്പോൾ ജ്വാലയ്ക്ക് തൻ്റെ ശരീരത്തിൽ നിന്നും തോൽ അടർന്നു പോകുന്നത് പോലെ തോന്നി. ആ തോന്നൽ ആ നിമിഷം അവളുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. അത് മനസ്സിലാക്കിയും സൂരജ് ഒന്ന് പുഞ്ചിരിച്ചു. കുട്ടി തെറ്റിദ്ധരിക്കേണ്ട, ഹൃദയൻ്റെ കസിനാണ്. പെട്ടെന്ന് ജ്വാലയെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഹൃദയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഹൃദയ ഇതുപോലെ വേഷം ധരിച്ചു വരികയാണെങ്കിൽ അവളെ പ്രസവിച്ച അമ്മ പോലും തെറ്റിദ്ധരിക്കും. സത്യം, പിന്നെയാണോ ഞാൻ? ചിരിച്ചും കൊണ്ട് അത്രയും പറഞ്ഞതിന് ശേഷം സൂരജ് അവളുടെ കയ്യിൽ നിന്നും ലിസ്റ്റ് വാങ്ങി. ജ്വാല, ഇരിക്കൂ. എങ്ങനെയാണ് നെറ്റിയിൽ മുറിവുണ്ടായത്? ലിസ്റ്റിലൂടെ കണ്ണോടിക്കവേ സൂരജ് അവളോട് ചോദിച്ചു. അവൾ അയാൾക്കരികിലുള്ള സ്റ്റൂളിലിരുന്നു. സ്കൂട്ടിയിൽ നിന്ന് വീണതാ, അവൾ പതിയെ പറഞ്ഞു. സ്കൂട്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിക്കേണ്ടേ ജ്വാല? ഡോക്ടർ ചിരിച്ചും കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. സിസ്റ്റർ, ബാൻഡേജ് ഒന്ന് അയക്കോ, മുറിവുണങ്ങിയോ എന്ന് നോക്കട്ടെ. അതോടെ അകത്തു നിന്നും ഒരു സിസ്റ്റർ കത്രികയും കോട്ടനും അടങ്ങിയ ബോക്സുമായി വന്നു. അത് കണ്ടതേ ജ്വാലയ്ക്ക് ടെൻഷനായി. അവളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചും കൊണ്ട് ആ സിസ്റ്റർ ബാൻഡേജ് പതിയെ ഇളക്കിയെടുത്തു. വേദന സഹിക്കാൻ പറ്റാതെ അവൾ അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. നന്നായി വേദനിച്ചോ? സിസ്റ്ററുടെ ചോദ്യത്തിന് നിറഞ്ഞ കണ്ണുകൾ കൊണ്ടൊരു നോട്ടമായിരുന്നു ജ്വാലയുടെ മറുപടി. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുകയായിരുന്നു ഡോക്ടർ സൂരജ് അന്നേരം. സിസ്റ്റർ ബോക്സും എടുത്തു പോയതും ഡോക്ടർ ആ മുറിവ് നന്നായി പരിശോധിച്ചു. മുറിവ് ഉണങ്ങിയിട്ടില്ലല്ലോ ജ്വാല, 2 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. മുറിവ് ഒന്നും കൂടി ഡ്രസ്സ് ചെയ്യാം. തിങ്കളാഴ്ച വന്നിട്ട് നമുക്ക് സ്റ്റിച്ച് എടുക്കാം. അപ്പോഴേക്കും മുറിവ് ഉണങ്ങും. തിങ്കളാഴ്ച എനിക്ക് കോളേജ് തുറക്കും ഡോക്ടർ. അന്ന് വരാൻ കഴിയില്ല. ഞായറാഴ്ച എടുത്തു തന്നൂടെ? അന്നേക്ക് മുറിവ് ഉണങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തു ചെയ്യും? താൻ എന്തിനാ പഠിക്കുന്നത്? PGക്ക് ഫസ്റ്റ് ഇയറാണ്. ഫസ്റ്റ് ഡേ തന്നെ നേരം വൈകി ചെന്നാൽ? ഏത് കോളേജിൽ? ചിറ്റൂർ മംഗലത്ത് കോളേജിൽ. അവൻ ഒരു അതിശയത്തിൽ അവളെ നോക്കിയിരുന്നു. ഈ വർഷം ഹൃദയം PGക്കാണ്, അതും ചിറ്റൂർ മംഗലത്ത് കോളേജിൽ. തൻ്റെ സബ്ജക്റ്റ് ഏതാ? MSc മാത്സ്. അവൾ MSc കെമിസ്ട്രിയാണ്. ഒരേ ക്ലാസ്സിലല്ലെങ്കിലും ഒരേ കോളേജിലാണ് നിങ്ങൾ. സമയം കിട്ടുമ്പോൾ MSc കെമിസ്ട്രി ക്ലാസ്സിൽ ഒന്ന് കയറി നോക്കൂ. എൻ്റെ സംശയങ്ങൾ ഒന്നും തെറ്റല്ലെന്ന് ജ്വാലയ്ക്ക് അന്നേരം മനസ്സിലാകും. എന്തായാലും സിസ്റ്റർ ഒന്നുകൂടെ മുറിവ് ഡ്രസ്സ് ചെയ്തു തരും. മരുന്ന് ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. മൺഡേ നേരത്തെ വരൂ. ഇവിടെ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ മതി. വേഗം സ്റ്റിച്ച് എടുത്തു തരാം. ഡോക്ടർ ലിസ്റ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. സിസ്റ്ററും അടുത്ത് കാണിച്ചോളൂ, അവർ ഡ്രസ്സ് ചെയ്തു തരും. അപ്പോൾ പഠിച്ചു മുന്നേറുക. ആൾ ദി ബെസ്റ്റ്. ഡോക്ടർക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ നേഴ്സിംഗ് റൂമിലേക്ക് നടന്നു. ഡ്രസ്സ് ചെയ്തതിന് ശേഷം അവൾ തിരിച്ച് കാഷ്വാലിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവരെ ഡോക്ടർ സൂരജിൻ്റെ മിഴികൾ അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാലും ഇതെങ്ങനെ? അവൻ്റെ മനസ്സിലെ അമ്പരപ്പ് ഇപ്പോഴും മാറുന്നില്ല. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നാണ് പലരും പറയുന്ന അറിവ്. എന്നാൽ ആ 7 പേരും ഇതേപോലെ ആവുമോ? ഇത് പക്ഷേ ടീൻസ് പോലെ ഹൃദയ ജ്വാലയെപ്പോലെ ഡ്രസ്സ് ധരിച്ച് ഇതുപോലെ മുടി നീട്ടി വളർത്തി മെടഞ്ഞിട്ട് നിന്നാൽ 2 പേരെയും തമ്മിൽ തെറ്റിപ്പോയില്ലേ? ഡോക്ടറുടെ ചിന്തകൾ ഇങ്ങനെ നീണ്ടുപോയി. സൂരജ് ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. ഈ അത്ഭുതം അച്ഛനോട് ഷെയർ ചെയ്യാതിരിക്കുന്ന എങ്ങനെ? എന്നാൽ പലവട്ടം കോൾ ചെയ്തിട്ടും കോൾ പോകുന്നില്ലെന്നായിരുന്നു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നതായിരുന്നു അവിടെ നിന്നും കിട്ടുന്ന മറുപടി. അതോടെ അവൻ ഫോൺ മേശപ്പുറത്തേക്ക് തന്നെ വെച്ചു.
ഇതിപ്പോൾ തിരക്കുള്ള വിഷയമൊന്നുമല്ലല്ലോ, രാത്രിയിൽ അച്ഛൻ വിളിക്കുമ്പോൾ പറയാം. അങ്ങനെ ചിന്തിച്ചും കൊണ്ട് അവൻ തൻ്റെ ഡ്യൂട്ടിയിൽ മുഴുകി. വീട്ടിലെത്തിയതിന് ശേഷം ആണ് തിങ്കളാഴ്ച നേരത്തെ ഹോസ്പിറ്റലിൽ പോകാൻ കഴിയില്ലല്ലോ എന്ന് ജ്വാല ചിന്തിക്കുന്നത്. കാരണം അന്നാണ് ചിറ്റൂർ മംഗലത്ത് തറവാട്ടിലേക്ക് കാളിന്തിയെ ട്യൂഷൻ എടുക്കാനായി പോകാമെന്ന് അവൾ സമ്മതിച്ചത്. പറഞ്ഞ വാക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇനി എന്തു ചെയ്യും? അവൾ അക്കാര്യം സത്യനാഥനുമായി ചർച്ച ചെയ്തപ്പോൾ അയാളും ചിന്തയിലാണ്ടു. എന്തായാലും അന്നത്തെ ദിവസം ചെല്ലാമെന്ന് നമ്മൾ വാക്ക് പറഞ്ഞതല്ലേ, അതിനൊരു മുടക്ക് വേണ്ട. അവിടെ ചെന്ന് സേതുലക്ഷ്മി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം അതിന് സൊല്യൂഷൻ കണ്ടെത്താം നമുക്ക്. ശരിക്കും അത് തന്നെയാണ് നല്ലതെന്ന് ജ്വാലയ്ക്കും തോന്നി. പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ലാത്ത 2-3 ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് തിങ്കളാഴ്ച. അന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ ജ്വാല ഉറക്കം എഴുന്നേറ്റു. പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് താഴെ എത്തുമ്പോഴേക്കും 6 മണി കഴിഞ്ഞു. അപ്പോഴേക്കും സുനന്ദ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഇഡ്ഡലിയും ചട്നിയുമായി അന്നത്തെ പ്രഭാത വിഭവം. അടുക്കള സ്ലാബിൽ കയറിയിരുന്നും കൊണ്ട് അവൾ പ്രാതൽ കഴിച്ചു. മോളെ, ഉച്ചയ്ക്ക് കഴിക്കാൻ കാഴമെഴുക്ക് പുരട്ടിയും മുട്ട ഓംലേറ്റും ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. അച്ചാർ വയ്ക്കണോ? അവൾക്കുള്ള ടിഫിൻ ബോക്സ് ശരിയാക്കുന്നതിനിടെ സുനന്ദ ചോദിച്ചു. വേണ്ടമ്മേ, ഇത് തന്നെ ധാരാളം. അവൾ ഇഡ്ഡലി കഴിക്കുന്നതിനിടയിലാണ് സത്യനാഥൻ അവിടേക്ക് കയറി വന്നത്. ആദ്യത്തെ ദിവസം തന്നെ നെറ്റിയിലെ ഗുണനചിഹ്നവുമായി കയറി ചെല്ലേണ്ടി വന്നല്ലോ മോളെ. അയാൾ സഹതാപത്തോടെ അവളെ നോക്കി. അതൊന്നും സാരമില്ലച്ചാ. കഴിച്ചു കഴിഞ്ഞ് വാഴയൊക്കെ നന്നായി കഴുകി അവൾ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി. ഓഫ് വൈറ്റ് ചുരിദാറും പിങ്ക് കളർ വർക്കുള്ള ഷാളുമായിരുന്നു അവളുടെ വേഷം. മുടി നീളത്തിൽ മെടഞ്ഞ് അറ്റം പെണ്ണിട്ട് മുന്നിലേക്ക് എടുത്തിട്ടു. കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം ഐലൈനർ കൊണ്ട് കണ്ണിലൊന്ന് വരച്ചു. ഒരു കുഞ്ഞു പൊട്ട് ഇട്ടു. ഇരുപുരികങ്ങളുടെയും നടുക്കായി തൊട്ടു. അതിനു മുകളിൽ ഒരു കുഞ്ഞു ചന്ദനക്കുറി. കഴിഞ്ഞു ജ്വാലയുടെ ഒരുക്കങ്ങൾ. കണ്ണാടിയുടെ മുന്നിൽ നിന്നും അവൾ തന്നെ ഒന്ന് നോക്കി. എന്തൊരുങ്ങിയിട്ടെന്താ, നെറ്റിയിലെ ആ ഗുണനചിഹ്നത്തിൻ്റെ സർവ്വതും പോയില്ല. അവൾ ദേഷ്യഭാവത്തിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തെ നോക്കി. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്നത് കാളിദാസിൻ്റെ മുഖമായിരുന്നു. അതോടെ അവളുടെ ദേഷ്യവും കൂടി. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു എന്ന് അർത്ഥത്തിൽ പ്രതിബിംബം തന്നെ നോക്കുന്നു എന്ന് തോന്നിയതും അവളുടെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു. പിന്നെ വേഗം തിരിഞ്ഞ് ബാഗും കുടയും എടുത്ത് താഴേക്കിറങ്ങി. അമ്മേ, 7 മണിയായി, ഞാൻ ഇറങ്ങുക. അവൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അതോടെ ടിഫിൻ ബോക്സും വെള്ളത്തിൻ്റെ ബോട്ടിലും എടുത്തും കൊണ്ട് സുനന്ദ ഹാളിലേക്ക് വന്നു. അവരുടെ കയ്യിൽ നിന്നും വേഗം ജ്വാല അതെല്ലാം വാങ്ങി ബാഗിലേക്ക് വെച്ചു. മോൾ എങ്ങനെയാണ് പോകുന്നത്? അച്ഛൻ കൊണ്ടാക്കി തരണോ? അപ്പോഴേക്കും അവൾക്കടുത്തേക്ക് വന്ന സത്യനാഥൻ ചോദിച്ചു. വേണ്ടച്ചാ, ഞാൻ സ്കൂട്ടിയിൽ പൊയ്ക്കോളാം. അത് പറഞ്ഞുകൊണ്ട് അവൾ പൂമുഖത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് കടന്നുകൊണ്ട് ഒരു കാർ മുറ്റത്തേക്ക് വന്നു നിന്നത്. ഇതാരാണെന്ന ഭാവത്തിൽ അവർ 3 പേരും നോക്കി നിൽക്കെ അതിൽ നിന്നിറങ്ങിയ ഡ്രൈവർ അവർക്ക് നേരെ നോക്കി ചിരിച്ചു. ചിറ്റൂർ മംഗലത്ത് തറവാട്ടിൽ നിന്നാണ് കാളിന്തി മോളുടെ ട്യൂഷൻ പഠിപ്പിക്കാനായി ഇവിടുത്തെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാ. അയാൾ വിനയത്തോടെ പറഞ്ഞു. അയ്യോ, ഞാൻ സ്കൂട്ടിയിൽ വരുമായിരുന്നല്ലോ. അവിടെ നിന്ന് നേരെ കോളേജിൽ പോകേണ്ടത് കൊണ്ട് സ്കൂട്ടിയിൽ വരുന്നതാവും എനിക്ക് സൗകര്യം. ജ്വാല വിഷമത്തോടെ പറഞ്ഞു. ഇന്നെന്തായാലും കാറിൽ വന്നേക്കൂ. ട്യൂഷൻ കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ കൊണ്ടുവിടാം. നാളെ മുതൽ കുട്ടിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതായിരിക്കും മോളെ നല്ലത്. ഏതായിരുന്നു അവർ വണ്ടി പറഞ്ഞയച്ചതല്ലേ? കോളേജിൽ നിന്നും ഇറങ്ങുമ്പോൾ മോള് അച്ഛനെ വിളിച്ചാൽ മതി. അച്ഛൻ കാറുമായി വരാം. അതോടെ അവരെ നോക്കി കൈവീശി കൊണ്ട് ജ്വാല കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. കൊട്ടാരം പോലെയുള്ള ചിറ്റൂർ മംഗലത്ത് തറവാടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കാർ കടന്നു ചെന്നതും അത്ഭുതം കൊണ്ട് ജ്വാലയുടെ മെയ്കൾ മിഴിഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും കാളിന്തി സ്റ്റെപ്പിറങ്ങി ഓടി വന്നിരുന്നു. ഹായ് മിസ്സേ, എന്നാലും എന്നെ പഠിപ്പിക്കാൻ എൻ്റെ വീട്ടിലേക്ക് മിസ്സ് വന്നല്ലോ. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? അവൾ മിഴികൾ രണ്ടും ഇറക്കി അടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ജ്വാലയോട് പറഞ്ഞു. ജ്വാല ചിരിച്ചുകൊണ്ട് അവളുടെ മുടിയിൽ തഴുകി. കുട്ടി വന്നോ? കയറി വരൂ. ഇന്ദുമോളെ, മിസ്സിനെ പുറത്ത് തന്നെ നിർത്തുന്നതാണോ മര്യാദ? ശാരദ ഉമ്മറത്തുനിന്ന് ചൊടിച്ചു പറഞ്ഞതും കാളിന്തി ജ്വാലയും കൂട്ടി അകത്തേക്ക് നടന്നു. കാളിന്തിയുടെ റൂമിലാണ് ട്യൂഷനുള്ള സൗകര്യം ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ കാളിന്തി ജ്വാലയെയും കൂട്ടി അവളുടെ റൂമിലേക്കാണ് പോയത്. കാളിന്തിയുടെ റൂമിൻ്റെ വാതിൽ അടഞ്ഞ നേരത്താണ് മുകളിൽ നിന്നും കാളിദാസും ബാലുവും ഓഫീസിൽ പോകാനായി താഴേക്കിറങ്ങി വന്നത്. ഇന്ന് 8 മണിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതിനാലാണ് രണ്ടുപേരും നേരത്തെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ 9 മണിക്ക് ഓഫീസിൽ പോകും. രണ്ടുപേരും ഡൈനിങ് ഹാളിൽ ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും ജാനകി മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ നിരത്തിയിരുന്നു. എന്തൊക്കെയോ കഴിച്ചെന്നും വരുത്തി രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഇറങ്ങുമ്പോഴാണ് ശാരദ അവർക്കടുത്തേക്ക് വന്നത്. കാളി, അച്ഛൻ എന്നാ തിരിച്ചു വരുന്നത്? ഇന്ന് വരുമോ? നാളെ? ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ശാരദയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ബാലുവും. അവർ കയറിയ കാർ പടിപ്പുര കടന്നു പോകുന്നത് നോക്കി ശാരദ അല്പനേരം നിന്നു. ഗോപകുമാർ കഴിഞ്ഞ 1 മാസമായി ദുബായിലാണ്. അവിടെയും അവർക്കൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ടാണ് ഗോപകുമാർ ദുബായിലേക്ക് പോയത്. ബിസിനസ് കാര്യങ്ങൾ പുറത്തു പോയാൽ
പിന്നെ അധികമൊന്നും ഫോൺ ചെയ്യാത്ത പ്രകൃതമാണ് ഗോപകുമാറിൻ്റേത്. അതുകൊണ്ടാണ് അയാളുടെ വരവിനെക്കുറിച്ച് ശാരദയ്ക്ക് കൃത്യമായ അറിവില്ലാത്തത്. പഠിക്കാനും വിജയിക്കാനും വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് കാളിന്തി. അതുകൊണ്ട് തന്നെ ആ ഒരു മണിക്കൂറിൽ ജ്വാല പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെ ഹൃദ്യസ്ഥമാക്കിയിരുന്നു അവൾ. കാളിന്തി, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. കോളേജിൽ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തണം. ജ്വാല അതും പറഞ്ഞു തീരുമ്പോഴേക്കും ശാരദ മുറിയിലേക്ക് എത്തിയിരുന്നു. മോളെ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാം, അവർ സ്നേഹത്തോടെ പറഞ്ഞു. അയ്യോ വേണ്ട മാഡം, ഞാൻ ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. അവളും സ്നേഹത്തോടെ തന്നെ നിരസിച്ചു. എങ്കിൽ നാളെ മുതൽ ഇവിടേക്ക് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത് കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും കഴിക്കാം. അതിനും അവളൊന്ന് പുഞ്ചിരിച്ചു. കഴിച്ചില്ലെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിക്കാം, വാ. അതുകൂടി നിരസിക്കാൻ കഴിയാത്തതുകൊണ്ട് ജ്വാല ശാരദയുടെ പിന്നിലായി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവിടെ ടേബിളിൽ ചായ കുടിച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സേതുലക്ഷ്മി. അവർ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയാണ് ഇരിക്കുന്നത് എന്ന് അവരുടെ ഡ്രസ്സിങ്ങിൽ നിന്നും ജ്വാലയ്ക്ക് മനസ്സിലായി. അല്ല, ജ്വാലയുടെ സ്റ്റിച്ച് എടുത്തില്ലായിരുന്നോ? അവളെ കണ്ടതും നെറ്റിയിലെ മുറിവിൽ നോക്കി സേതുലക്ഷ്മി ചോദിച്ചു. മുറിവുണങ്ങാത്തതിനാൽ അന്നെടുക്കാൻ പറ്റില്ല മേഡം. പിന്നെ ഇന്നാണ് ചെല്ലാൻ പറഞ്ഞത്. ഇന്ന് പക്ഷേ ഇവിടേക്ക് വരേണ്ടതിനാൽ ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ലെന്ന് തോന്നി, അവൾ വിനയത്തോടെ പറഞ്ഞു. ജ്വാല കഴിക്ക്, അപ്പോഴേക്കും ഞാൻ കഴുകി കഴുകിയിട്ട് വരാം. ജ്വാല ചിരിച്ചും കൊണ്ട് ടേബിളിൻ്റെ അടുത്ത് നിന്ന് കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു. അവളുടെ അടുത്തേക്ക് ശാരദ ഒരു കപ്പ് ചായ എടുത്ത് വെച്ചു. അതിങ്ങനെ സിപ്പ് ചെയ്യുന്നതിലാണ് പിന്നിലെ മുടിയിൽ ഒരു സ്പർശം അറിയുന്നത്. പതിയെ ചായ കുടിച്ചാൽ മതി, ഞാൻ സ്റ്റിച്ച് എടുക്കാൻ പോവാ. പിന്നിൽ നിന്നും സേതുലക്ഷ്മിയുടെ പതുക്കെയുള്ള സ്വരം കേട്ടതും ജ്വാലയുടെ നെഞ്ചിടിച്ചു. അവളുടെ ഭാവമാറ്റം മനസ്സിലാക്കിയതും സേതുലക്ഷ്മി ആ കവിളിലൊന്ന് തലോടി. ടെൻഷൻ അടിക്കാതെ, സ്റ്റിച്ചിടുന്ന വേദന ഒന്നും ഉണ്ടാവില്ല. അതോടെ കുടിക്കുന്ന ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾ ചെയറിൻ്റെ ഹെഡിലേക്ക് തല ചായ്ച്ചിരുന്നു. സേതുലക്ഷ്മി പതിയാണ് സ്റ്റിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അധികം വേദനയൊന്നും ജ്വാല അറിഞ്ഞില്ല. അവളുടെ മുഖത്തെ ഭാവങ്ങൾ മിഴികളാൽ ഒപ്പിക്കൊണ്ട് ശാരദ അടുത്തുള്ള ചെയറിൽ ഇരിക്കുന്നുണ്ട്. ശാരദയുടെ തോളിലേക്ക് ചാരി അടുത്ത് തന്നെ കാളിന്തിയും നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഏട്ടത്തി, പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, സേതുലക്ഷ്മി പറഞ്ഞതും ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശാരദ പുറത്തേക്ക് നടന്നു. കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് ശാരദയ്ക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരുന്നു. 5.5 അടി ഉയരമുള്ള ഒരുവൻ, കാണാനും നല്ല ഭംഗി, മുഖത്ത് നല്ല ഭംഗിയുള്ള കറുത്ത മീശ, താടി മിനുസത്തിൽ ചേവ് ചെയ്തിരിക്കുന്നു. ഷർട്ടും പാൻറ്റുമാണ് വേഷം. ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. വട്ടത്തിലുള്ള ഗ്ലാസ് അവൻ്റെ മുഖത്തിന് നല്ലൊരു അഴക് കൊടുക്കുന്നുണ്ട്. 28-നും 30-നും ഇടയിൽ പ്രായമേ അവരുണ്ടാകൂ എന്ന് ശാരദയ്ക്ക് തോന്നി. ഞാൻ മാധവ്, എന്നെക്കുറിച്ച് കാളിദാസ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ ചോദ്യം കേട്ടതും ശാരദയുടെ മുഖം ഒന്ന് വിടർന്നു. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.